തന്നെ കെട്ടിപ്പിടിച്ച് ശാന്തമായി ഉറങ്ങുന്ന വീണയെ സന്തോഷ് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. ഗൾഫിലായിരുന്നപ്പോൾ എപ്പോഴും തന്നെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെട്ട പെണ്ണാണ്. ഇപ്പോൾ അവൾക്ക് വലിയൊരു ടെൻഷൻ കുറഞ്ഞെന്നാണ് പറയുന്നത്. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്നതിൻ്റെ ഒരു ടെൻഷൻ അവളുടെ മുഖത്ത് താൻ ഇതേവരെ കണ്ടില്ല. മാത്രമല്ല, താൻ വന്നതിൽ അവൾ ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട്. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന എപ്പോഴും കൂടെയുണ്ട് പെണ്ണ്. അമ്മയ്ക്കും അച്ഛനും ഇളയാനിയനും ഞാൻ വന്ന മുതൽ ഇരിപ്പുറച്ചിട്ടില്ല. 4 മാസമായി തനിക്ക് വരുമാനമൊന്നുമില്ല. വീണക്ക് ജോലിയുള്ളത് കൊണ്ട് പിടിച്ചവൾ ചെലവാക്കുന്നു. അച്ഛൻ്റെ പെൻഷനോ അനിയൻ്റെ കയ്യിൽ നിന്നോ ഒന്നും അവൾ കാശ് വാങ്ങാതെ എല്ലാം ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട്. തൻ്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന കാശൊക്കെ മുറ്റത്ത് കിടക്കുന്ന കാറിനും അനിയൻ്റെ ബൈക്കിൻ്റെ CC ആയി തീർന്നു. ഇനിയുള്ള മാസങ്ങളിൽ എന്ത് ചെയ്യുമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. കൂലിപ്പണിക്ക് പോകാൻ ഗൾഫുകാരനെ ആരാണ് വിളിക്കുന്നത്? എത്രയും പെട്ടെന്ന് തിരികെ പോകണം. ഇവിടെ എന്തെങ്കിലും തുടങ്ങാം. അതാവുമ്പോൾ എനിക്കിങ്ങനെ കണ്ണുനിറയെ കാണാമല്ലോ. വീണക്കെല്ലാം ഹൃദയം കൊണ്ടുള്ള ചിന്തകളാണ്. പക്ഷെ സന്തോഷിന് അത് പറ്റില്ലല്ലോ. ചേച്ചിമാരെ കെട്ടിച്ചയച്ചപ്പോഴുണ്ടായ ബാധ്യത തീർക്കാൻ പോയതാണ് പ്രവാസത്തിലേക്ക്. അവിടുന്ന് ഇന്നോളം ഒരു ബുദ്ധിമുട്ട് കുടുംബത്തിന് വന്നിട്ടില്ല. എല്ലാ കൊല്ലവും വിചാരിക്കും അടുത്ത വട്ടം എല്ലാം അവസാനിപ്പിക്കണമെന്ന്. പക്ഷെ പറ്റാറില്ല. ഓരോന്നോർത്ത് അയാൾ ഉറങ്ങിപ്പോയി. വാതിലുകളുടെ കൊട്ടും കെട്ടി എണീറ്റ് ചെല്ലുമ്പോൾ അമ്മയാണ്. എടാ, നീ എന്താടാ അച്ചിക്കൊന്നായിട്ട് ഇപ്പോൾ പാർക്കാനാണ് ഉദ്ദേശം? നിന്റെ ഭാര്യ ഓരോ കണക്ക് പറഞ്ഞു തുടങ്ങി. ഉദ്യോഗക്കാരായ അഹങ്കാരം. അവളുടെ ചെലവിനാണല്ലോ ഇപ്പം എല്ലാം നടക്കുന്നത്. ഞാൻ വീണയെ നോക്കി. അവൾക്ക് ഭാവമാറ്റമൊന്നുമില്ല. എന്താ അമ്മേ കാര്യം? ഉറക്കത്തിന്റെ ആലസ്യത്തിൽ ഞാൻ ചോദിച്ചു. മോനെ, ഇവള് നിന്റെ അനിയനോട് ചെലവിലേക്കായി കാശ് ചോദിച്ചിരുന്നു. എന്റെ കുഞ്ഞിവിടെ ഒരു പിടി ചോറുണ്ടെന്ന് ഞാൻ കണക്ക് കേൾക്കണോടാ. ഞാൻ ദയനീയമായി വീണയെ നോക്കി. അവൾക്കൊരു കൂസലുമില്ല. അമ്മേ, വീണ്ടും ലോൺ ഞാൻ അടച്ചു. അമ്മയുടെ അച്ഛൻ്റെ ആശുപത്രിയിൽ ചെലവാകുന്ന കാശടക്കം എല്ലാ ചെലവും ഞാനും ഏട്ടനാണ് ഇത്രയും നാൾ നോക്കിയത്. അവൻ്റെ ബൈക്കിൻ്റെ CC ഉൾപ്പെടെ. അമ്മയ്ക്കറിയാലോ, ഏട്ടൻ്റെ ജോലി പോയി. സർക്കാർ ജീവനക്കാരിയാണെങ്കിലും എനിക്ക് 35,000 രൂപയാണ് സാലറി. വീണ്ടും ലോൺ കഴിഞ്ഞ് മിച്ചം എന്തുണ്ടാന്ന് ഞാൻ പറയണ്ടല്ലോ. അല്ലെങ്കിൽ ഏട്ടൻ ഇത്രയും നാളെ എല്ലാ ചെലവും നോക്കി. ഇവൻ മേടിക്കുന്നുണ്ട് 25,000 രൂപയോളം. അവ ബൈക്കിന്റെ CC ഒക്കെ ഇവന് സ്വന്തമായിട്ട് അടക്കാം. വീട്ടിലേക്ക് ചെലവിലേക്ക് വേണമെങ്കിൽ ഒരു 2,000 രൂപ. അതൊന്നും ഒരു ബാധ്യതയല്ല. ഇവന്റെ പ്രായത്തിലല്ല അമ്മേ ഏട്ടൻ ഗൾഫിൽ പോയത്. പെങ്ങന്മാരെ കെട്ടിച്ചൊക്കെ കണക്ക് പറഞ്ഞല്ല. എന്റെ ഏട്ടന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ പറഞ്ഞിട്ട് എന്നെ കണ്ണടച്ച് കാണിച്ച് വീണ നടന്നുപോയി. ഇങ്ങനെ പോയാൽ ഇവിടുന്ന് ഞങ്ങൾ ഇറക്കി വിടല്ലോടാ എന്ന് ചോദിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. ഒന്നും സംഭവിക്കാത്ത പോലെ വീണ റൂമിലേക്കും. ഞാൻ അവിടെ പിന്നാലെ പോയി. അച്ചിക്കോന്തനെന്ന് അമ്മ വിളിച്ച അമ്മ പ്രാകുന്നുണ്ടായിരുന്നു. എന്താ ഏട്ടാ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? ഇതുവരെ ജോലി കിട്ടിയിട്ട് അവൻ്റെ 1 രൂപ പോലും നമ്മൾ ചോദിച്ചിട്ടില്ല. പക്ഷെ ഏട്ടൻ ജോലി വിട്ട് വന്നിട്ട് അത് മനസ്സിലാക്കാതെ പെരുമാറുന്ന മോശമല്ലേ ഏട്ടാ? എന്തിനാ ആവശ്യമില്ല മുണ്ടുമുറുക്കി എടുക്കുന്നത്? എല്ലാം പഴയതുപോലെ ആകുമ്പോഴാണെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയല്ലേ ഏട്ടൻ്റെ ഇഷ്ടം. പക്ഷെ എൻ്റെ സാലറി അത് ഞാൻ അനാവശ്യമായിട്ട് ചിലവാക്കില്ല. വീണ്ടും ലോൺ ഞാൻ അടച്ചോളാം. ഇവിടുത്തെ ചിലവുകളും അതിന് കൂടുതലല്ലേ ഏട്ടാ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ എടുത്ത് ബാഗിലേക്ക് വെച്ച് ഒരു പൊട്ടുകൂടി വെച്ച് എന്നെ നേരെ തിരിഞ്ഞവൾ. പോയിട്ട് വരട്ടെ കേട്ടോ. നെറ്റിയിൽ പതിവുള്ള ഉമ്മയിൽ നിന്ന് അവൾ പടിയിറങ്ങിപ്പോയി. നിസ്സാരമായിട്ടാണ് അവൾ പറഞ്ഞെങ്കിലും അതിൽ കാര്യമില്ലാതില്ല. പ്രവാസത്തിൽ ഒറ്റയ്ക്ക് താൻ കഷ്ടപ്പെടാൻ മാത്രം പ്രയാസമൊന്നും തൻ്റെ വീട്ടിലില്ല. വീണയുമായി പ്രണയത്തോടെ കൊച്ചു സന്തോഷത്തോടെ ഈ വീട്ടിൽ തനിക്ക് കഴിയാം. നല്ല പ്രായത്തിൽ എന്തിനാണ് ആവശ്യമില്ലാത്തുള്ള കഷ്ടപ്പാടൊക്കെ? ബാധ്യതയൊക്കെ തന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ തീർത്തതാണ്. ഇനി എന്തിനാണെല്ലാം? ജോലി നഷ്ടപ്പെട്ട പോലെ ഒരു അനുഗ്രഹമായിട്ട് ഇപ്പോൾ തോന്നുന്നു. പക്ഷെ അവൾ പറയുന്ന പോലെ ഒന്നും അത്രയും എളുപ്പമല്ല. മനസ്സാകെ ആടിയുളഞ്ഞപ്പോൾ വണ്ടിയെടുത്ത് നേരെ വിട്ടു. എവിടേക്കോ അലഞ്ഞു. ഒന്ന് ശാന്തമായെന്ന് തോന്നിയപ്പോഴാണ് വീണയെ കൂട്ടാൻ പോകാമെന്ന് വെച്ച്. വൈകിട്ട് വീണയുടെ ഓഫീസിന് മുമ്പിൽ കൂട്ടാൻ കാറുമായി നിൽക്കുമ്പോൾ അവളൊന്ന് അമ്പരുന്നു. അവളെ കുറ്റം പറയാൻ പറ്റില്ല. ഇന്നുവരെ താൻ അവളെ കൂട്ടാൻ പോയിട്ടില്ല. ബസ്സിലാണ് അവൾ ഇന്നും വരുന്നത്. പാവത്തിനൊരു സ്കൂട്ടി പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല താൻ. അവൾക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഒക്കെ സ്വരുക്കൂട്ടി ബാങ്കിലിടും പെണ്ണ്. അവൾ ചോദ്യപാതയിൽ ചോദിച്ചു, എവിടെ? അവളുടെ ചോദ്യം ഞാൻ കണ്ണുമിഴിച്ചു. എന്ത്? അല്ല, എൻ്റെ സ്ഥാപക ജംഗമ വസ്തുക്കളും പിന്നെ എൻ്റെ പണം വെച്ച 10 പവൻ ഗോൾഡും. എന്തിന്? അല്ല, കുത്തിത്തിരിപ്പുകാരി വീട്ടിൽ കൊണ്ട് വിടാനുള്ള വരവല്ലേ? കൂപ്പിയ കൈകൊണ്ട് തൊഴുത് ഞാൻ പറഞ്ഞു. അല്ല എന്താ പൊന്നെ, ഒരു സിനിമക്ക് പോവാന്ന് വെച്ചു. നീ വരുന്നില്ലേ? വേണ്ട. ഇപ്പം എന്താ ഈ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ? ഇനി തൊട്ട് ഇതൊക്കെ ഒരു പതിവാക്കാം. പിന്നെ നിന്റെ കയ്യിൽ ബാക്കിയുള്ള 5 പവൻ കൂടി മറിക്കാൻ തരണേടി. നിന്റെ ബലത്തിലാ ഞാനൊരു കടമുറിക്ക് അഡ്വാൻസ് കൊടുക്കാൻ ആലോചിക്കുന്നത്. ഒരു ചിരിയോടെ മുൻസീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഒരു കോലാഹലം ഉണ്ടാവില്ല മനുഷ്യ ഇവിടെ. എന്തുണ്ടായാലും എന്താടി, അതിലും വലിയ മറുതയില്ല എൻ്റെ കൂടെ. എൻ്റെ ചെവിയിലെ അവളുടെ പിടുത്തത്തിനോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിലെ സ്റ്റിയറിംഗ് ഞാൻ തിരിച്ചു തുടങ്ങി.